ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പെൻപാൽ ഓപ്പണിംഗ് വീഡിയോ ആണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് അയച്ചു തന്നിട്ടുള്ളത്. റിഷ എന്നാണ് ആളുടെ പേര്. സോ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കൊറിയറായിട്ട് വന്നിട്ടുള്ള ഔട്ടർ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ബോക്സും പിന്നെ അത് അതിന് മുകളിലായിട്ടൊരു പേപ്പറിൽ കുറച്ച് എന്നോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസുമാണ് ഉള്ളത്. ഈ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുള്ള പേപ്പർ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു പിക്ചറൊക്കെ വരച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിത് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈം വീഡിയോയിൽ തന്നെ ആ ഒരു ഭംഗിയിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്ത് നോക്കണത്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം നമുക്ക് എന്താ ഉള്ളത് എന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടെ അറിയാത്ത ആൾ നമുക്കിങ്ങനെ സെൻഡ് ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ ഈ ഒരു ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ജാറല്ല, ഒരു കുഞ്ഞു ബോട്ടിലാണ് അക്രിലിക് പെയിൻറ്റിൻ്റെയൊക്കെ. അതിൽ കുഞ്ഞു കുഞ്ഞു സ്ട്രോബെറീസൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട് അങ്ങനെ ക്യൂട്ടാക്കി തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പാക്കേജ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഒരു ഹെയർ സ്ക്രഞ്ചിയാണ് കേട്ടോ. ഈ ഒരു ടൈപ്പ് സ്ക്രഞ്ചി ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. സാറ്റിനൊക്കെയാണ് കൂടുതലും കാണാറുള്ളത്. ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതേപോലെ ഹെയറിൽ യൂസ് ചെയ്യാനും നല്ല സുഖമാണ്. ഞാൻ കുറേ വട്ടം ഇട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ കുറേ ദിവസമായി എടുത്തു വെച്ചിട്ട് നിങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, അന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളതേനു. അപ്പോൾ അതിൻ്റെ ഈ സ്ക്രഞ്ചി ഞാൻ കുറേ വട്ടം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരു കുഞ്ഞു ഹെയർ ക്ലിപ്പും കൂടെ ഉണ്ട്. നെക്സ്റ്റ് ഈ ഒരു പാക്കിലായിട്ട് കുറച്ച് ഡ്രൈഡ് ഫ്ലവേഴ്സാണ് കേട്ടോ ഉള്ളത്. ഈ ഒരു വീഡിയോ ആക്ച്വലി ഞാൻ ആ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്ത അന്ന് തന്നെ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പെൻപാൽ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം കൂടുതലും പെൻപാൽസൊക്കെ ഞാൻ ഏതെങ്കിലും വ്ളോഗിലാണല്ലോ ഓപ്പൺ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായത് ഇത്രയും ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതൊരു ഡേ ഇൻ മൈ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്ത് എന്തായാലും ആ ഒരു വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ട് പോകും, സെപ്പറേറ്റ് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കുഞ്ഞു വിൻറ്റേജ് കാർഡും കൂടെ ഉണ്ട് കേട്ടോ, ലവ് യു എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ദാ ഇനി ഒരു എൻവലപ്പാണ്. ഈ ഒരു എൻവലപ്പ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റു ഫീൽ അടിച്ചിട്ടോ. കാരണം പണ്ട് 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 പറയുമ്പോൾ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് കത്തെഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടൈപ്പ് എൻവലപ്സ് ആണല്ലോ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ടോ ഞാൻ ഈ ഒരു ടൈപ്പ് എൻവലപ്പ് ഒക്കെ കണ്ടിട്ട്. ബ്രൗൺ ആണ് കൂടുതലും കാണാറുള്ളത്. പിന്നെ നമ്മളിങ്ങനെ ലെറ്റർ എഴുതി അയക്കാറും ഇല്ലല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്ന്. പിന്നെ ഇതേപോലെ തന്നെ സൈഡിലൊരു ബ്ലൂ റെഡ് ലൈൻസ് വരുന്ന ടൈപ്പ് ഡിസൈൻ വരുന്ന എൻവലപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലെറ്ററാണ് കേട്ടുള്ളത്. സോ ഞാൻ ലെറ്ററൊക്കെ വായിച്ച് നോക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതാ കുറച്ച് കുഞ്ഞു കാർഡ്സ്, കുറച്ച് പാറ്റേൺസ് ആണുള്ളത്. അപ്പോൾ അതും എല്ലാം ഡിഫറെൻറ്റ് ഡിസൈനാണ് കേട്ടോ. ചിലത് കോഡ്സ് വരുന്നുണ്ട്, ചില പിക്ചേഴ്സും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഓരോന്നും ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇതാണെന്ന് അങ്ങനെ പറഞ്ഞിരുന്നില്ല. കാരണം നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവണ്ടല്ലോ. അപ്പോൾ ഞാനിനി പറഞ്ഞ് കൂടുതലങ്ങോട്ട് ബോറടിപ്പിക്കണില്ല. പിന്നെ ഇത് കുറച്ച് വിൻറ്റേജ് സ്റ്റിക്കേഴ്സാണ്. നമുക്ക് സ്ക്രാപ്പ് ബുക്കിങ്ങിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും, ജേർണൽ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടാണ് കേട്ടുള്ളത്. വുഡൻ ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്തിട്ടാണുള്ളത്. പിന്നെ അതാ ആർട്ട് ഗോസിപ്സ് എന്ന് എഴുതിയിട്ടുള്ള, നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതിയിട്ടുള്ള ഒരു സ്റ്റിക്കർ ഉണ്ട്. പിന്നെ അതൊരു കുഞ്ഞു എറേസറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. ഈ ഒരു ബോക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഇതാണ്. നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു എറേസറാണ്. പക്ഷേ എറേസ് ചെയ്യാനൊന്നും ഞാൻ യൂസ് ചെയ്യൂല. പിന്നെ അതാ വീണ്ടും കുറച്ച് വിൻറ്റേജ് സപ്ലൈസ് ഒക്കെയാണുള്ളത്. പിന്നെ ഈ ഒരു പാക്കിലും കുറച്ചധികം സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ ഉള്ളത്. അതേപോലത്തെ വേറൊരു പാക്കേജും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇനിയുള്ളതൊരു കീ ചെയിനാണ് കേട്ടോ. ഇങ്ങനെ പോപ്പ് ചെയ്യാൻ പറ്റണേ.
ഇതിൻ്റെ കുറേ ബാഗും ടോയ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ബാഗൊക്കെ കണ്ടിട്ടുണ്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് കേട്ടോ ഇങ്ങനെ പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ വീണ്ടും കുറച്ച് വിൻറ്റേജ് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ഇതാ ഒരു ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള ബുക്ക് മാർക്കാണ്. പിന്നെ ഫൈനലി കുറച്ച് വാഷി ടേപ്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെയാണ് കേട്ടോ എനിക്ക് റീഷ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ആൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയുണ്ടാവും. ഹാനി ഹബ് എന്നാണ് പേര്. ഒരു ഇൻസ്റ്റ പേജും ഉണ്ട് കേട്ടോ, ഇങ്ങനത്തെ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. സോ നിങ്ങളെല്ലാവരും ആ ഒരു ചാനൽ പോയിട്ട് വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. എനിക്കെന്തായാലും എല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ കുറേ ടൈം എടുത്തിട്ടൊക്കെ ഹാൻഡ് മെയ്ഡായിട്ടൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ, അപ്പോൾ എനിക്ക് മനസ്സിലാവും അതിൻ്റെ ബാക്കിലുള്ള എഫേർട്ട്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.